ഈ ഒരു ടൈമിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കേഴ്സ്. എന്നാൽ വീട്ടിൽ തന്നെ അതെങ്ങനെയാണ് നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കിയാലോ. ഈ ഒരു പിക്ചർ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പർ കോപ്പി എന്ന് പറഞ്ഞൊരു ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ പിൻട്രസ്റ്റിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ആ ഒരു ആപ്പിൽ ഇട്ടിട്ട് ഒന്ന് ട്രേസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ഏതാ പിക്ചർ വേണ്ടതെന്ന് വെച്ചാൽ അത് വരച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ സ്റ്റിക്കേഴ്സിൻ്റെ മുകളിലേക്ക് കൂടെ ആയിട്ട് ഒരു ട്രാൻസ്പാരൻറ്റ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒറ്റ ഒറ്റ സ്റ്റിക്കേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിലുള്ള ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഞാനിവിടെ നമ്മുടെ വാൾപേപ്പർ എല്ലാം കിട്ടുന്ന ആ ഒരു ചാർട്ട് പേപ്പറില്ലേ, ആ ഒരു ബാക്കിലത്തെ ആ ഒരു പേപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലയെന്ന് വെച്ചാൽ നെയിം സ്ലിപ്പ് ഉണ്ടെങ്കിൽ നെയിം സ്ലിപ്പിൻ്റെ ആ പറിച്ചെടുക്കുമ്പോഴുള്ള ആ ബാക്കിലത്തെ ആ ഒരു പേപ്പറില്ലേ, അതായാലും മതി. അത് വെച്ചിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സിൽ, അതായത് നമ്മൾ വരച്ച സാധനം അത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലത്തെ ഒരു ട്രാൻസ്പാരൻറ്റ് ടേപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. നമ്മൾ ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കേഴ്സ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത മാതിരിക്ക് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ സാധാരണ സ്റ്റിക്കേഴ്സ് എല്ലാം പൊളിക്കുന്ന മാതിരി ഒന്ന് പറിച്ചെടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. ഇതാ ഞാൻ ചെയ്തു വെച്ച സ്റ്റിക്കേഴ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെയിട്ട് ഇപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. നിങ്ങളും ചെയ്ത് നോക്കണം, നിങ്ങൾക്കും ഇഷ്ടപ്പെടും.